എല്ലാവർക്കും നമസ്കാരം. CISFിൽ നിന്നും പുതിയ റിക്രൂട്ട്മെന്റ് റാലിയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. CISF കോൺസ്റ്റബിൾ തസ്തികയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. കേരളത്തിലാണ് റാലി നടക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ലൊരു അവസരമാണ്. സോ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. 31/8/2024 മുതൽ 30/9/2024 വരെ 30 സെപ്റ്റംബർ വരെ നമുക്ക് ഈ റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. കോൺസ്റ്റബിൾ ഫയർമാൻ തസ്തികയാണ്. +2 പാസ്സർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 21,700 മുതൽ 69,100 വരെ ബേസിക് സാലറി ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ യൂണിഫോം പോസ്റ്റ് ലഭിക്കുന്ന അലവൻസും കാര്യങ്ങളും എല്ലാം തന്നെ ലഭിക്കുന്നതാണ്. ആദ്യം ഇതിലേക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. പിന്നീട് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, റിട്ടൺ എക്സാമിനേഷൻ, ഡീറ്റെയിൽ ആയിട്ട് മെഡിക്കൽ എക്സാമിനേഷൻ തുടങ്ങിയ സെലക്ഷൻ പ്രോസസ്സാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കതിന്റെ വേക്കൻസി നോക്കാം. കേരളത്തിന് സെപ്പറേറ്റ് വേക്കൻസി ഉണ്ട്. ടോട്ടൽ 1130 വേക്കൻസിയാണ്. കേരളത്തിന് മാത്രമായിട്ട് വേക്കൻസി പറഞ്ഞിരിക്കുന്നത്. എൻ്റർ സ്റ്റേറ്റിന് 18 വേക്കൻസിയും നക്സൽ ഏരിയയ്ക്ക് 19 വേക്കൻസിയുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ 1130 വേക്കൻസിയാണ് ഈ നോട്ടിഫിക്കേഷനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് 18 മുതൽ 23 വയസ്സ് വരെ അൺറിസർവ്ഡിനും ഇതിൽ 3 OBCയും 5 വർഷത്തെ SC/ST കാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ്. +2 പാസ്സായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സയൻസ് സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. +2 സയൻസ് പഠിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് 1/10/2001 30/9/2006 ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. ഇതിൽ നിന്നും 3 വർഷത്തിലെ OBCക്കും 5 വർഷത്തിലെ SC/ST കാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 5 കിലോമീറ്റർ റണ്ണാണ് 24 മിനിറ്റ്. അതുപോലെ തന്നെ ഹൈറ്റ് 107 സെന്റിമീറ്റർ, ചെസ്റ്റ് 80, നോർമൽ, എക്സ്പാൻഷൻ 85 ഏറ്റവും കുറഞ്ഞത് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക, നല്ലൊരു അവസരമാണ്. അപേക്ഷ അയക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിരിക്കുന്നത് 30/9/2024 വരെ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറക്കരുത്. അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാം. ആർമി, നേവി, എയർഫോഴ്സ്, SSC അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് ജോലിയിൽ നോക്കുന്ന കൂട്ടുകാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. വന്ദേ മാതരം.